സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. UDF യോഗത്തിൽ അന്തിമ തീരുമാനമായില്ല. മന്ത്രിമാരുടെ വകുപ്പിലും എണ്ണത്തിലും നാളെ പ്രഖ്യാപനം. UDF യോഗം നാളെ ചേരും. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ക്ഷണം. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടാകും. വകുപ്പിൽ തീരുമാനമായില്ല. VD സതീശൻ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തല തന്റെ നേതാവെന്ന് സതീശൻ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഉപാധികളില്ലെന്നും ചെന്നിത്തല. KC വേണുഗോപാൽ തിരുവനന്തപുരത്ത്. പാർട്ടി തീരുമാനം അന്തിമമെന്ന് KC. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നും മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ല എന്നും VD സതീശൻ. സർക്കാരിന്റെ ശൈലിമാറ്റം പ്രഖ്യാപിച്ച് VD സതീശൻ ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കും. യാത്രയിൽ പൈലറ്റും എസ്കോർട്ടും മാത്രം മതിയെന്ന് പോലീസിന് നിർദ്ദേശം. മിനിമം അത്രേ പാടുള്ളൂ. അത് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഇതിനു മുമ്പ് പോയവരെ ഒന്നും പരിഹസിക്കൊന്നുമല്ല. അതൊന്നുമല്ല. അവർക്കൊക്കെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം. പാർട്ടി സെക്രട്ടറി പാർട്ടിയെയല്ല കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും ആരോപണം. BJP കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് നേതാക്കൾ. സംസ്ഥാന സമിതി യോഗം നാളെ. V മുരളീധരൻ പാർലമെന്ററി പാർട്ടി നേതാവായേക്കും. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,14,290 വിദ്യാർത്ഥികൾ. വിജയശതമാനത്തിൽ പെൺകുട്ടികൾ മുന്നിൽ. NEET UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. NEET പുനഃപരീക്ഷ ജൂൺ 21-ന്. പശ്ചിമേഷ്യൻ സമാധാനത്തിനായി എല്ലാ പിന്തുണയും നൽകുമെന്ന് UAE-യോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോളിയം ശേഖരണത്തിനായുള്ള ധാരണാപത്രത്തിലും LPG വിതരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന.